ഹായ് ഗായ്സ്, അപ്പോൾ ഇപ്പോൾ ടൈമാണ് ഓൾമോസ്റ്റ് 5:45 ആൻഡ് ഞങ്ങളുടെ ഇന്നൊരു ട്രിപ്പ് ഉണ്ട്. സോ അതിന് വേണ്ടി ഞങ്ങൾ രാവിലെ നീച്ചു. സോ വളരെ സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. സോ ഇതുവരെ ബാക്കി രണ്ടുപേരും റെഡി ആയിട്ടില്ല, ഞാൻ റെഡിയായി. സോ ഞങ്ങൾ ഇന്ന് പോകാൻ പോവുകയാണ്. നിങ്ങൾക്ക് ക്യാപ്ഷൻ കണ്ടു. സോ ഗൈസ്, ഫൈനലി നമ്മുടെ 2 പാസഞ്ചേഴ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാം എടുത്തിട്ടുണ്ട്. ചെല്ലടിക്കൂ, നിങ്ങൾ എന്തിനാണ് എങ്ങനെ ചെയ്യണത്? ഓക്കെ, സോ അവർ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് ആണ്. ഞാൻ ഇന്നലെ തന്നെ എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് എല്ലാം എൻ്റെ സെറ്റാണ്. സോ ഒരാൾ ബെൽറ്റ് എടുക്കാൻ മറന്നു, ഒരാളുടെ സോക്സ് ശരിയാവണ്ടായിരുന്നില്ല. സോ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് ജിത്തു ആൻഡ് ഇതാണ് ആതിര. സോ ഞങ്ങളെത്തി ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ. ജിത്തു എന്നോട് എന്തോ ദേഷ്യത്തിലാണ്. എന്താന്ന് പറയാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. എന്താ ഞാൻ ചെയ്തത്? എന്താണ്? ഞങ്ങൾ KSRTCയുടെ ബഡ്ജറ്റ് ടൂറായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആദ്യം തന്നെ ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടി. ബസ് സ്റ്റാൻഡ് എത്തിയ ഉടനെ കണ്ടക്ടർ ചേട്ടൻ്റെ കോൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഞങ്ങളുടെ അയ്യോ അതിന് ചേച്ചി ചിത്തു അഹമ്മദാബാദിലിത് ഇതല്ലേ ഇട്ടത്. അത് കൊണ്ടുവരായിരുന്നു ഇങ്ങനെ വെച്ചിട്ട്. ഔറംഗാബാദിൽ ചേച്ചി ഇങ്ങനത്തെ ഇതല്ലേ ഇത് ഗോവയ്ക്ക് പോകുമ്പോൾ ആണോ? അപ്പോൾ ഞങ്ങൾ കയറിയിരിക്കുകയാണ്. കറക്റ്റ് ടൈമിന് എത്തുന്നതാണ്. ചെറുതായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു, ചേച്ചിമാര് ടൈമിൽ എത്തില്ലയോ എന്നൊക്കെ. പക്ഷെ നമ്മള് ഭയങ്കര ശുഭാപ്തി വിശ്വാസമുള്ള ടീമാണ്. അതുകൊണ്ട് നമ്മള് കറക്റ്റ് സമയത്ത് എത്തി. ഓരോ ഓട്ടോയിൽ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. 5-10 മിനിറ്റ് ചെവിന് പൊങ്ങിച്ച് പറഞ്ഞു. എനിക്ക് ഇഷ്ടം. നല്ല പാട്ടുണ്ടായിരുന്നു. ആള് മനഃപൂർവ്വം ഇത് മാറ്റിയിട്ട് വേറെ പൊട്ടം പാട്ടിട്ടു. ഞങ്ങൾ ഇപ്പോഴും ജേർണിയിലാണ്. ഇതുവരെ ഞങ്ങൾക്ക് എന്താ പറയുക, ജസ്റ്റ് 20-25 മിനിറ്റ്സ് ആയിരുന്നു. ഇൻട്രൊഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. വേറെ വീടുകളും ചെയ്യാൻ. So guys, ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആൻഡ് ഐ ഡോണ്ട് നോ നമുക്ക് നോക്കാം. ഗൈസ് എൻ്റെ വന്നു. ഞാൻ കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചേച്ചിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞു. സോ എങ്ങനെയുണ്ടായിരുന്നു എല്ലാം? നന്നായിരുന്നു, കുഴപ്പമില്ല. ആൾക്കാർ പോണോ? പോണ്ടോ? പോയിരിക്കാൻ വേണമെങ്കിൽ കഴിഞ്ഞു. സോ നമുക്ക് ആദ്യം കിട്ടില്ല. ഇതൊക്കെ എൻ്റെ ഈസി ആയിരുന്നു ഉണ്ടാക്കാൻ. കോഫി നന്നായിട്ടുണ്ട്, ഷുഗറില്ല, നല്ല കോഫി. സോ ഇനി എല്ലാവരും കഴിച്ചു കഴിഞ്ഞാലാണ് വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. ഒരു കൂട്ടം കുട്ടികൾ ബഹളത്തിനായിട്ട് നേരെ പോയിട്ട് അവരെ അപ്പം തിരിച്ചു വരുന്നത്. ചേച്ചി അത് ഇട്ട് കഴിഞ്ഞാൽ അവരും കാണില്ല. നിന്റെ വ്ലോഗല്ലേ, കുഴപ്പമില്ല. എനിക്ക് ബാക്ക്ഡ്രോപ്പ് വളരെ ഇഷ്ടമായി. വളരെ ബ്യൂട്ടിഫുൾ പെയിന്റിങ്. നെന്മാറ ആണ് ഇത്, കണ്ടോ? കരിമ്പന. അതാണ് അവരുടെ ഹോട്ടലിന്റെ പേര്. ഓക്കെ, റെസ്റ്റോറൻറ്റിന്റെ പേര് കരിമ്പന. പാലക്കാടിന്റെ ഏറ്റവും ഇൻസ്പയറായിട്ടുള്ള സാധനമാണ് കരിമ്പന. കരിമ്പനകളുടെ നാട്ടിൽ നിന്നായിട്ട് പറയാറുള്ളത് പാലക്കാടിനെയാണ്. അടുത്ത സ്ഥലം എവിടെയാ? ഇനി അടുത്ത സ്ഥലം നമ്മുടെ ഒരു വ്യൂ പോയിന്റിലാണ് നിർത്തുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി വേണമെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഒരു വ്ളോഗ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചെയ്യാം. റെഫറൻസ് ആയിട്ട് അത് കണ്ടോളൂ. അതിലിങ്ങനെ ഒന്നും ആയിരിക്കില്ല ഞാൻ സംസാരിക്കുക. ഇത് മൈക്ക് കിട്ടിയപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? സോറി ജിത്തു, വളരെ റൂഡായി പോയി. ജിത്തു ഹായ് പറ. ജിത്തു എന്റെ വ്യൂസ് എന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കും. ആകെ അമ്മയെ ആദരിച്ച മാത്രല്ല കാണുള്ളൂ. കുറെ ആൾക്കാരെ കാണാൻ.
കമന്റ് ചെയ്യുക നിങ്ങൾ എൻ്റെ വീഡിയോ കാണാറുണ്ടെന്ന്. ഇവരൊക്കെ വിലയില്ല എന്നെ. നമ്മളൊരു ഭാവിയിൽ ഭയങ്കര വലിയ യൂട്യൂബറായി നിന്നെ ട്രിപ്പൊക്കെ എവിടെയൊക്കെ ഉഗാണ്ടയിലൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് പോലീസ് കേസൊക്കെ വന്നിട്ട് അങ്ങനെ ഉറപ്പായിട്ടും ഞാൻ അടി വാങ്ങും. അതെ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കിട്ടൂ. 2 hours ഡ്രൈവിന് ശേഷം ഞങ്ങൾ നെല്ലിയാമ്പതി എത്തി. സോ ഇതാണ് ചെക്ക് പോയിൻ്റ്. ഇതിന് ശേഷം ഞങ്ങൾ ഡയറക്റ്റ്ലി വ്യൂ പോയിന്റിലേക്ക് പോയി. റെയിനി സീസൺ ആയതുകൊണ്ട് ഫോഗും മഴയും എല്ലാം ഉള്ള ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു കിട്ടിയത് ഞങ്ങൾക്ക്. സോ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ആൻഡ് ഞങ്ങളുടെ പിന്നാലെ ഇന്നത് മലയാ. ഗൈസ്, ഞങ്ങളിപ്പോൾ സ്റ്റക്കായി ഇവിടെ. ആൻഡ് ഐ ഡോണ്ട് നോ എങ്ങനെ നമ്മൾ പോവുക. അതിനുശേഷം ഞങ്ങളൊരു പ്രൈവറ്റ് ടീ എസ്റ്റേറ്റിലേക്കായിരുന്നു പോയത്. പോണ വഴി ഇത്തിരി ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു, വളരെ നാരോ ലെയിൻസ് ഒക്കെ ആയതുകൊണ്ട്. പക്ഷെ ഞങ്ങൾ എത്തി അവസാനം. പ്രൈവറ്റ് ടീ എസ്റ്റേറ്റ് ആണ്. ആൻഡ് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. സോ ഇതാ ജിത്തു. ആൻഡ് ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട്. ആൻഡ് ഈ കുട്ടികൾ എന്ത് ലക്കിയാണ് ഇങ്ങനത്തെ സ്ഥലത്ത് പഠിക്കണമെങ്കിൽ. ഒരേ സമയം ലക്ഷ്യം ഒരേ സമയം അവർക്കൊരു ബുദ്ധിമുട്ടുമായിരിക്കും. കാരണം അവർക്ക് പാലക്കാട് പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് ബസ്സസ് ഒന്നും ഇല്ല, KSRTC മാത്രമാണ് പോവുള്ളൂ. അപ്പോൾ അവർക്ക് പോയി വരാൻ അല്ലെങ്കിൽ അവിടെ സിറ്റി ഒന്ന് പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലാത്ത പക്ഷം അടിപൊളിയാണ്. ഇത് വളരെ ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ആൻഡ് ഇവിടെ ലീച്ചസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഗൈസ്, ഞങ്ങളിപ്പോൾ കേശവൻ പാറയിലെത്തി. ചെയ്ത് നോക്ക്, സോ ഞങ്ങളെത്തി. ഞങ്ങളിപ്പോൾ ട്രെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടുന്ന് ഇത്ര എന്തോ കിലോമീറ്റർ ഉണ്ട്, 1/2 കിലോമീറ്റർ ഉണ്ട്. ആൻഡ് ലെറ്റ്സ് സീ എങ്ങനെയാണെന്ന്. ജിത്തു ചെയ്യും. ഞങ്ങളെത്തി കേശവൻ പാറ. ഇതാണ് കേശവൻ പാറ. ആൻഡ് നമ്മുടെ ഗൈസ് നിങ്ങൾക്ക് കാണാം പിന്നാലെ ഫോഗാണ്. പിന്നാലെ അപ്പാരൻ്റ്ലി ഞങ്ങളുടെ ആൾക്കാർ പോയി. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ നോക്കും എന്താ പറ്റുകയെന്ന്. സോ നമുക്ക് നോക്കാം. കാരണം ഞങ്ങൾ മേലെ നോക്കിയപ്പോൾ ആരും ഉണ്ടായിരുന്നു. അവർ അപ്പാരൻ്റ്ലി പോയിട്ടില്ല. ഞങ്ങളുടെ ബസ് അവിടെ തന്നെ നിൽക്കുകയാണ്. സോ ഞങ്ങളിപ്പോൾ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുകയാണ്. എനിക്ക് പനിയായതുകൊണ്ട് ഞാൻ ചിലപ്പോഴേ വാങ്ങിക്കുള്ളൂ. ഞാൻ വാങ്ങിക്കില്ല മോസ്റ്റ് പ്രോബ്ലം. സോ ബസ് അപ്പാരൻ്റ്ലി പോയിട്ടില്ല. ഇവർ രണ്ടുപേരും മാംഗോ ഐസ്ക്രീം കഴിച്ചു. എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ലഞ്ചിന് വേണ്ടി ഞങ്ങളെ ഒരു പള്ളിയുടെ പിന്നാലത്തെ ഒരു ഹോളിലായിരുന്നു കൊണ്ടുവരുന്നത്. അവിടെ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ, ബിരിയാണിയും പിന്നെ മീൽസും, പിന്നെ ഫിഷ് കറിയും ഉണ്ടായിരുന്നു. അല്ല, ഫിഷ് ഫ്രൈ. ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണം? നന്നായിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? എന്താ എനിക്ക് ഇഷ്ടമാവാത്ത? പിന്നെ ചിക്കൻ എന്ന് പറഞ്ഞാൽ എല്ലിന്റെ പീസ് പോയി ചോദിക്കുന്നു, വീണ്ടും വേണമെങ്കിൽ എടുക്കാൻ. അല്ലല്ല, റീഫിൽ ഫ്രീ മെത്താ. അവൻ പോയ ശേഷം പറഞ്ഞത്. അല്ല, അല്ലെങ്കിൽ പോയി എടുക്കാലോ. റീഫിൽ കഴിച്ചേ പറഞ്ഞില്ലേ? ഞാൻ എന്നിട്ട് അവരുടെ പറഞ്ഞില്ലേ? ഞാൻ അവനോട് വല്ല വേണമെന്ന് ചോദിച്ചു. അപ്പൊ അവൻ എനിക്ക് ലുക്ക് തന്നു. ഞാൻ എല്ലായിടത്തും പറഞ്ഞത് ഞാൻ പറഞ്ഞു പോയി വേണമെങ്കിൽ എടുത്തോ പറഞ്ഞു. അവൻ മൈൻഡ് ചെയ്തില്ല. ആവശ്യത്തിന് കുറച്ച് അപ്പാരൻ്റ്ലി ഞങ്ങൾക്ക് ഇവിടുന്ന് എന്താ പറയുക നടന്നിട്ടായിരുന്നു ഓറഞ്ച് ഫാമിലിക്ക് പോകണ്ടായിരുന്നു. ഞങ്ങൾക്കറിയില്ലായിരുന്നു. സോ ഞങ്ങളിപ്പോൾ പോവാണ് ഓറഞ്ച് ഫാമിലിക്ക് നടന്നുകൊണ്ട്. ഞങ്ങളിപ്പോൾ ഗിയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ റെയിൻ കോട്ട്. ഗൈസ്, ഐ തിങ്ക് ഇതൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ആൻഡ് ഇവിടെ കുറേ ടൈപ്പ് ഓഫ് ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ് എല്ലാം ഉണ്ട്. ആൻഡ് ദിസ് ഈസ് പ്ലാസ്റ്റിക് പ്രൊഹിബിറ്റഡ് ഏരിയ. ആൻഡ് നമ്മുടെ കോട്ട് എന്താണ് ഗൈസ് ഗസ് ചെയ്യും. ഇതൊരു ട്രീ ഹൗസ് ആണ്. ഞങ്ങളിതിൽ കയറിയിരിക്കുകയാണ്. സോ ആദ്യം ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു എന്ന്. ഞാൻ കയറിയില്ല. കയറിയില്ലായിരുന്നു. ഗൈസ്, ഞങ്ങൾ കഴിഞ്ഞു.
എന്തായിരുന്നു ഓറഞ്ച് ഗാർഡൻ. അവിടെ ഞങ്ങൾക്ക് ഒരു ഓറഞ്ചും കണ്ടില്ല. വാട്ടർ ലില്ലി കണ്ടു. ആൻഡ് ഞങ്ങൾ ഇത്തിരി ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ ചോക്ലേറ്റ്സ്. ആൻഡ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ബസ്സിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ്. ആൻഡ് ഇതിന് ശേഷം ഞങ്ങൾ ഏതൊരു ഡാമിലേക്കാണ് പോകുന്നത്. ആൻഡ് അതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകും. നെല്ലിയാമ്പതിയിൽ നിന്ന് ഇറങ്ങണ സമയത്ത് ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ റഷ് ആറിൽ പോവാതെ നോക്കുക. അജിത് ചെന്നൈ എക്സ്പ്രസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്താ പേര്, പോത്തുണ്ടി ഡാമിലാണ്. സോ നമുക്ക് നോക്കാം. ഐ തിങ്ക് ഇത് ഈസി സ്റ്റെപ്സ് ആണ് അല്ലേ? സോ ഇതാണ് എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ. നമുക്ക് ഞങ്ങൾ ലാസ്റ്റ് ഫ്യൂ സ്റ്റെപ്സ് എത്തി. ആൻഡ് മേലേക്ക് കയറിയിരിക്കണു. അതിന് ശേഷം പറയുമ്പോൾ തോന്നുമെങ്കിൽ 10 മിനിറ്റിൻ്റെ വാക്കാണെന്ന്. ഇപ്പോഴും ഇത്രയേ ഉള്ളൂ. മാറിയിട്ട് പറ. ഞാൻ ഓക്കെ. ഓ മൈ ഗോഡ്. ആരോട് ചോദിക്കും. സോ ഞങ്ങളിപ്പോൾ ഇവിടെ സ്നാക്സിന് വേണ്ടി വന്നിരിക്കുകയാണ്. ആൻഡ് ഇവിടെ ഐ തിങ്ക് വളരെ അഫോർഡബിൾ റേറ്റ്സിലാണ് അഡ്വെഞ്ചർ ആക്ടിവിറ്റീസൊക്കെ. സോ ചെയ്യണമെങ്കിൽ ചെയ്യിപ്പിക്കാം. ആൻഡ് ഇവിടെ വാഷ്റൂംസും ഉണ്ട്. ആൻഡ് ഞങ്ങളുടെ ഇവിടെ ഓൾമോസ്റ്റ് 5 അല്ലെങ്കിൽ 5:30 വരെ ഇതുണ്ട് ഇവിടെ. ആൻഡ് അതിനുശേഷം ഞങ്ങൾക്ക് പോകണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഐസ്ക്രീം ചിത്തു. ഞങ്ങൾ അവിടെ ചായ കുടിക്കാൻ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഇരുന്നതും ഒരു കുട്ടി ഓടി വന്നു ചിത്തുനടുത്ത്, കുഞ്ഞു കുട്ടി. ചിത്തു വേഗം ഐസ്ക്രീം പിടിച്ചു. നമുക്ക് അപ്പുറത്ത് പോയി നോക്കിയിട്ട് വരാം. കൊള്ളില്ല ചായ. ഞാൻ പോയിട്ട് കോഫി കൊണ്ടുവന്നു. നമുക്ക് ടെസ്റ്റ് ചെയ്യാം കോഫി എങ്ങനെയുണ്ടെന്ന്. ഞങ്ങളുടെ ചെറിയമ്മേനെ പൊട്ടിച്ചാണ്. ചെറിയമ്മയോ? ഞങ്ങളെത്തി പാലക്കാട് KSRTC സ്റ്റാൻഡ്. ഞങ്ങളിനി എന്താ പറയുക മുനിസിപ്പൽ സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫൈനലി ഞങ്ങൾ കോങ്ങാട് എത്തി. ആൻഡ് വളരെ ടയേർഡാണ്. ഞാൻ നന്നായിട്ട് ഉറങ്ങി. ഞാൻ ഇപ്പോഴാണ് എണീക്കണത്. എൻ്റെ കഴുത്തൊക്കെ പോയി. സോ യെസ്. സോ ഗൈസ് ഞാൻ വീടെത്തി. സോ ഞങ്ങൾ ഈ 2 സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ്. ആൻഡ് ഇതും ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ്. ആൻഡ് ഞാൻ ഇത് 2 ട്രൈ ചെയ്യാൻ പോവാണ്. ഐ മീൻ ജിത്തും ഇല്ല. വളരെ സ്വീറ്റാണ്. ഓക്കെയാണ്. ഇത് നോക്കാം. ഇതിൽ നമുക്ക് കൂടുതൽ എക്സ്പെക്റ്റേഷൻ ഉള്ളതാണ്. തരാം. ആൻഡ് ഇത് വളരെ നന്നായിട്ടുണ്ട്. അതർ വൺ ഈസ് വെരി മിൽക്കി ആൻഡ് വെരി ബ്ലാൻഡ് എന്ന് പറയാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ.